കോഴിക്കോട് നിന്നും നമ്മുടെ എറണാകുളത്തേക്കുള്ള ബസ് കണ്ടുപിടിച്ചു. ഇതാണ് നമ്മുടെ ബസ്. നമ്മുടെ ബസ് സ്റ്റാർട്ട് ചെയ്തു. കോഴിക്കോട് നിന്ന് കറക്റ്റ് ടൈമിൽ 5:42. ഈ ഒരു ബസ് സ്റ്റാൻഡ് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ശരിക്കും ഇതിനകത്ത് ഈ ഇൻഡോർ ആയതുകൊണ്ട് എന്തൊരു ശ്വാസമുട്ട് അനുഭവപ്പെടുന്നതെന്ന് അറിയാം. വണ്ടികളുടെ പുകയൊക്കെ അടിച്ച് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ വല്ലാത്ത എക്കോയും. അങ്ങനെ ഏതാനും മണിക്കൂർ കോഴിക്കോട് ചിലവഴിച്ചിട്ട് നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ് നമ്മുടെ KSRTCയുടെ മിന്നൽ സർവീസ്. കോഴിക്കോട് നഗരം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത്യാവശ്യം നല്ല ഡെവലപ്ഡാണ്, നല്ല സ്ഥലങ്ങൾ, നല്ല സ്പേഷ്യസ് ആണ്, കൊള്ളാട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബീച്ചാണ്, കോഴിക്കോട് ബീച്ച്. ആ പ്രൊമനേഡൊക്കെ അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്നു. പിന്നെ ബീച്ചിൻ്റെ സൈഡിലൊക്കെ ചിലവരൊക്കെ വെള്ളം അടിച്ച് കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അത് ചിലരുടെ എന്താ പറയുക, പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ മലയാളികളെ. ബസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് KSRTC മിന്നൽ സൂപ്പർ ഡീലക്സ് എയർ ബസ്സാണ്. ഇത് കോഴിക്കോട് നിന്നും തിരുവനന്തപുരം വരെ പോകുന്ന തിരുവനന്തപുരം ഡിപ്പോയുടെ ബസ്സാണ്. 5:42 കോഴിക്കോട് നിന്ന് പുറപ്പെടുന്നത്. 10 മണിക്ക് നമ്മൾ എറണാകുളത്ത് വൈറ്റില ഹബ്ബിൽ ടിക്കറ്റ് നിരക്ക് വരുന്നത് 291 രൂപയാണ്. മിന്നൽ സർവീസ് ആയതിനാൽ വളരെ കുറച്ച് സ്റ്റോപ്പുകളേ ഉള്ളൂ. ഇപ്പോൾ കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ കോട്ടയ്ക്കലും പിന്നെ തൃശ്ശൂരുമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എറണാകുളം. വേറെ ഇടയ്ക്കുള്ള സ്ഥലത്തിലൊന്നും ബസ് സ്റ്റാൻഡിലൊന്നും കയറുന്നതല്ല. ഇത്രയും നേരമായിട്ട് നമ്മൾ കോഴിക്കോട് സിറ്റിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. സിറ്റി തന്നെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ കോഴിക്കോടും മെട്രോ സർവീസൊക്കെ വരും തോന്നുന്നു. ഇവിടെ ഇപ്പോൾ ലുലു മാൾ പറഞ്ഞാൽ ഉടനെ ഓപ്പൺ ആവും. കോഴിക്കോട്ടിൽ പണി നടക്കുകയാണെന്നാണ് കേട്ടത്. പിന്നെ വലിയൊരു മാൾ, ഹൈലൈറ്റ് മാളുണ്ട് ഇവിടെ. വീഡിയോ എടുക്കണമെങ്കിൽ നോൺ AC ബസ്സിൽ തന്നെ പോകണം. AC ബസ്സാണെങ്കിൽ ബുദ്ധിമുട്ടാണല്ലോ, ഗ്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ട് പലപ്പോഴും ഗ്ലാസ്സൊന്നും അത്ര വൃത്തിയുള്ളതായിരിക്കില്ല. നമുക്ക് പുറത്തേക്ക് വ്യൂ അധികം കിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ എടുക്കുന്ന വീഡിയോയും ക്ലാരിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നോൺ AC ബസ്, നോൺ AC ട്രെയിനൊക്കെയാണ് വീഡിയോ എടുക്കാൻ ബെസ്റ്റ്. അതെ, ഭീമ ജ്വല്ലറി. ഭീമ ജ്വല്ലറി ഇപ്പോൾ ഇല്ലാത്ത സ്ഥലമില്ല. പണ്ടൊക്കെ വളരെ എണ്ണത്തിൽ കുറവായിരുന്നു. പക്ഷെ ഇപ്പം ഇഷ്ടം പോലെ ഭീമ ജ്വല്ലറി. ഓരോ സ്ഥലത്തിലും ഓരോ ഭീമ ജ്വല്ലറി വീതമുണ്ട്. അതേ ഒരു ഗംഭീരമായിട്ടുള്ള കല്യാൺ സിൽക്സ് ആൻഡ് കല്യാൺ ഹൈപ്പർ മാർക്കറ്റ്. ഈ വലിയ വലിയ പ്ലെയേഴ്സൊക്കെ വരുന്നതുകൊണ്ട് ചെറുകിട സ്ഥാപനങ്ങളും അല്ലേ, തുണിക്കടയായാലും പലചരക്കടയായാലും അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകൾക്കൊന്നും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അവർ പലപ്പോഴും തകർന്നു പോകുന്നു വലിയ വലിയ ഷോപ്പുകളൊക്കെ വരുന്നതുകൊണ്ട്. NH66 വൈഡനിങ് കൺസ്ട്രക്ഷൻ പ്രോസസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ. അങ്ങ് എത്തോളം, അതായത് കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള NH66 ഡെവലപ്മെൻറ്റ് 2025 കൂടി പൂർത്തിയാക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നതിൽ. കാരണം ഇടുങ്ങിയ വഴി കൂടെയൊക്കെയാണ് റൈഡിങ് നടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ബ്ലോക്കുകൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ കാലതാമസം വരുന്നു നമ്മൾ എത്തേണ്ട സ്ഥലത്തിൽ.
അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ ഒരു വലിയൊരു പ്രൊജക്റ്റ് വരാനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നു. ഈ ഒരു NH-66 കൺസ്ട്രക്ഷൻ പ്രോസസ്സിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് കേട്ടോ. നമ്മുടെ മലയാളത്തിൽ തന്നെ ഇഷ്ടംപോലെ ചാനലുകൾ ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. അതുപോലെ ഏതൊക്കെ വഴി പോകണം, നമ്മൾ ഏതൊക്കെ വഴി ഡീവിയേഷൻ ഉണ്ട്, എവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരുമാതിരി എല്ലാ കാര്യത്തെക്കുറിച്ചുള്ള അപ്ഡേറ്റ്സ് വരുന്ന യൂട്യൂബ് ചാനലുകളുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ നോക്കാം. വലിയ പാറയൊക്കെ പൊട്ടിച്ച് ഒരു യമണ്ടൻ കൺസ്ട്രക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മഴയൊക്കെ ചിലപ്പോൾ ചെറിയൊരു തടസ്സം സൃഷ്ടിക്കാം ഈ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിന്. വലിയ വലിയ എക്യുപ്മെൻറ്റ്സും വണ്ടികളും മറ്റു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. എത്ര കിലോമീറ്ററോളമാണ് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്നത് അറ്റ് എ ടൈം. ഒത്തിരി ബൈപ്പാസുകളാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ടൗണോ സിറ്റിയൊന്നും കയറാതെ വേഗത്തിൽ നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താം. അതാണ് ഇപ്പോൾ ഈ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈപ്പാസുകൾ ഇതൊക്കെയാണ്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ബൈപ്പാസ് ഉണ്ട്, തളിപ്പറമ്പ് ബൈപ്പാസ് ഉണ്ട്, പിന്നെ കണ്ണൂർ ബൈപ്പാസ്, തലശ്ശേരി മാഹി ബൈപ്പാസ്, ഇതൊക്കെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ വരുന്നത് വടകര ബൈപ്പാസ്, കൊയിലാണ്ടി ബൈപ്പാസ്, കോഴിക്കോട് ബൈപ്പാസ്, കോട്ടക്കൽ ബൈപ്പാസ് മലപ്പുറത്താണ്. അതുപോലെ തന്നെ പുത്തനത്താണി ബൈപ്പാസ്, വളാഞ്ചേരി ബൈപ്പാസ്, പൊന്നാനി ബൈപ്പാസ്. പിന്നെ തൃശ്ശൂർ വരുന്നത് വാടാനപ്പള്ളി ബൈപ്പാസാണ്. പിന്നെ അങ്ങ് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റിങ്ങൽ ബൈപ്പാസ്, അതും കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കോട്ടക്കലെത്തും. കോട്ടക്കൽ മലപ്പുറം ജില്ലയിലെ ഒരു പട്ടണമാണ്. കോട്ടക്കൽ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് ഓടി വരുന്നത് കോട്ടക്കൽ ആയുർവേദശാലയാണല്ലോ. ആയുർവേദിക് മരുന്നുകളുടെ ഒരു സ്ഥാപനം, ലോക പ്രശസ്തമാണ്. ശരിക്കും ഈ KSRTC മിന്നൽ സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വേഗത്തിൽ സ്ഥലത്തെത്താവുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഈ വണ്ടിയുടെ കണ്ടീഷൻ വളരെ മോശമാട്ടോ. ഇതുപോലെ തല്ലിപ്പൊളി ബസ്സൊക്കെ ഇട്ട് ജസ്റ്റ് പൊടി തട്ടി ഇതുപോലുള്ള സർവീസ് നടത്തുമെന്ന് പറഞ്ഞാൽ ശരിക്കും ഒട്ടും യോജിക്കാൻ പറ്റില്ല. പിന്നെ ഒന്ന്, റോഡുകളിലുള്ള മറ്റു വണ്ടികളെയോ ജീവനെയോ ഒരു തരത്തിലും എന്താ പറയുക, അവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാത്ത തരത്തിലുള്ള വണ്ടി ഓടിക്കൽ, അങ്ങനെ വേഗത്തിലെത്തിയിട്ട് ഒരു കാര്യമില്ല. റോഡിലൂടെ പോകുന്നവരും മറ്റ് ചെറിയ വണ്ടികളും എല്ലാവരുടെയും ജീവന് അതിനനുസരിച്ച് വിലയുണ്ട്. ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല കേട്ടോ. വേറെയും ചില യൂട്യൂബ് വീഡിയോസ്, ചില തമിലിയൻസിൻ്റെ ഒക്കെ യൂട്യൂബ് ബ്ലോഗ് കണ്ടിട്ടുണ്ട്. അവർ ശരിക്കും പേടിച്ച് പറിച്ചാണ് ഈ ബസ്സിൽ യാത്ര ചെയ്തത്. കാരണം അത്രയ്ക്ക് അപകടം നിറഞ്ഞ ഒരു തരത്തിലുള്ള ഒരു ഡ്രൈവിംഗ് ആണ് KSRTC മിന്നൽ സർവീസിൻ്റെ. കണ്ടിട്ട് കുറ്റിപ്പുറം ബ്രിഡ്ജാണെന്ന് തോന്നുന്നു. രാത്രി ആയതുകൊണ്ട് ഏത് സ്ഥലമാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഫുഡ് കഴിക്കാൻ കുറ്റിപ്പുറത്ത് നിന്ന് മാറിയൊരു ഹോട്ടലിൽ നിർത്തിയിട്ടുണ്ട്. 2 പൊറോട്ടയും ഒരു ചിക്കൻ കറിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഫുഡ് അത്യാവശ്യം ചൂടൊക്കെ ഉള്ളതാണ്, പക്ഷേ എന്നാലും നമുക്കൊരു തൃപ്തി തോന്നുന്നില്ല. കുറച്ചുകൂടി നല്ല ഹോട്ടലുകൾ നിർത്തിയിരുന്നെങ്കിൽ. ഫുഡിനേക്കാളും പ്രശ്നം വെള്ളമാണ്. ഇങ്ങനെ സ്ഥലത്ത് വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കുക, അതാണ് പണി കിട്ടാറ്. രാത്രി ഭക്ഷണത്തിന് ശേഷം വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. ഇനി അടുത്തത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ബസ് സ്റ്റാൻഡിലാണ് സ്റ്റോപ്പ് വരുന്നത്. നമ്മളങ്ങനെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ വന്നെത്തി. ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് കേട്ടോ. എന്നാൽ ഇവിടെ വരുന്ന ബസ്സുകളുടെ എണ്ണം അത്രയ്ക്ക് അധികമുണ്ട്. എന്നാൽ അതിനനുസരിച്ചുള്ള സൗകര്യമില്ല. അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ ഏത് ബസ് സ്റ്റാൻഡാണ് നല്ലത്? സ്റ്റാൻഡിൽ നോക്കിയും കണ്ട് നടന്നില്ലെങ്കിൽ വല്ല KSRTC ബസ്സും വന്ന് നമ്മുടെ പുറത്തേക്ക് കയറും. കാരണം അത്ര കൺജസ്റ്റഡ് ആണ്.
ഇതാണ് തൃശ്ശൂരിലെ ആകാശപാത അഥവാ സ്കൈ വാക്ക്. പെഡസ്ട്രിയൻസിന് നടക്കാൻ ക്രോസ് ചെയ്യാനൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ ആവശ്യമുണ്ടോ? വെറുതെ ഒരു പെഡസ്ട്രിയൻ ഓവർ ബ്രിഡ്ജ് പോരാ, ഇത്രയും പൈസയൊക്കെ മുടക്കി എയർ കണ്ടീഷണർ ആണെന്നൊക്കെ പറയുന്നു. ഞാൻ ഇതുവരെ കയറി നോക്കിയിട്ടില്ല, ഒരു ദിവസം നോക്കണം. നമ്മൾ തൃശ്ശൂരുള്ള ടോൾ പ്ലാസയിലെത്തി. ദിവസവും വഴക്ക് നടക്കുന്ന ഒരു സ്ഥലം അല്ലേ? ഫാസ്ടാഗിൻ്റെ പേരിലും ചിലർക്ക് ബാലൻസ് ഇല്ല, ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് തർക്കിക്കും. അവസാനം ടോളിലെ ജോലിക്കാരായിട്ട് അടി ബഹളം, പോലീസ് വരും, അങ്ങനെ ഇങ്ങനെ എന്നും കേൾക്കാം എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം. അതാ നമ്മുടെ മെട്രോ തൂണുകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി ഏതാനും നേരം കൊണ്ട് നമ്മൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനമായ എറണാകുളത്തെത്തും. ഇതേ ലുലുമാള്. എത്ര നാളായി ലുലുമാളിൽ പോയിട്ട്. മഴയൊക്കെ വന്നപ്പോൾ പിന്നെ പോകുന്നത് മടിയായി. അടുത്ത ആഴ്ച ഒന്ന് പോകണം ലുലുമാളിൽ. നമ്മൾ 11:15 വൈറ്റില ഹബ്ബിൽ വന്നെത്തി. 1 മണിക്കൂറോളം വൈകി.